ദൈവത്തിന് സ്തോത്രം. സ്വന്തം നിഗമനങ്ങളും സംശയങ്ങളും വിലയിരുത്തലുകളുമൊക്കെ എപ്പോഴും ശരിയാണെന്ന ധാരണയാണ് എല്ലാവർക്കും തന്നെയുള്ളത്. പക്ഷേ ഇത് അപകടകരമായ സ്വയനീതീകരണമാണ്. സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലെ കരടിനെപ്പറ്റി കുറ്റം പറയുന്നവരുടെ പ്രധാന പ്രശ്നം ആത്മവിമർശനത്തിനുള്ള കഴിവില്ലായ്മയാണ്. നമ്മുടെ നിഗമനങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തെറ്റിദ്ധാരണയും സംശയവുമൊക്കെ ആയിരുന്നെന്ന് നമ്മൾ തന്നെ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ മനോഭാവമുള്ളവർ തെറ്റ് തിരിച്ചറിഞ്ഞാൽ മാപ്പ് ചോദിക്കും. അല്ലാത്തവർക്ക് സ്വയം നീതീകരിക്കാനേ കഴിയും. നമ്മുടെ നിഗമനങ്ങളെയും ചിന്തകളെയും ആത്മഗതങ്ങളെയും ഒക്കെ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത്. ബന്ധങ്ങൾ മുറിവേൽപ്പിക്കാനും അനേകം നഷ്ടങ്ങൾക്കുമൊക്കെ അത് കാരണമായേക്കും. യേശുവിനെ ഒറ്റിക്കൊടുത്ത് പണം വാങ്ങുന്നതിൽ വലിയ തെറ്റൊന്നുമില്ലെന്ന് ആദ്യം യൂദാസിൻ്റെ മനസ്സ് പറഞ്ഞു. ക്രിസ്തു പിടിക്കപ്പെടുകയും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയുമൊക്കെ ചെയ്തപ്പോൾ മരിക്കുന്നതാണ് നല്ലതെന്ന് കുറ്റബോധത്തിൽ താളം തെറ്റിയ യൂദയുടെ അതേ മനസ്സ് തന്നെ തിരുത്തി പറഞ്ഞു. സ്വന്തം ചിന്തകളുടെയും തീരുമാനങ്ങളുടെയും ഒക്കെ പിറകെ വീണ്ടും വിചാരമില്ലാതെ ഓടിയ യൂദാസിൻ്റെ ജീവിതം ദുരന്തപൂർണമായി. മനസ്സ് വാസ്തവത്തിലൊരു അവസരവാദിയാണ്, അല്ലേ? അപ്പോൾ കണ്ടതുപോലെ തോന്നിയതുപോലെ ഓരോന്ന് പ്രവർത്തിക്കും. നമ്മളെക്കൊണ്ട് അബദ്ധങ്ങൾ പറയിക്കും. സംഘർഷ സാഹചര്യങ്ങളിൽ വൈകാരിക അനുഭവങ്ങളിൽ ചാഞ്ചാടുന്ന മനസ്സ് പറയുന്നത് വിശ്വസിച്ച് സാഹസിക ചുവടുവെക്കുന്നത് വളരെ അപകടമാണ്. നമ്മുടെ പല ജീവിത പ്രതിസന്ധികൾക്ക് പിന്നിലെ പ്രധാന പ്രതി ആരാണ്? നമ്മുടെ തെറ്റായ ചിന്താഗതികളും എടുത്തു ചാടിയുള്ള പ്രവൃത്തികളുമൊക്കെ ആയിരുന്നു. ആ സത്യം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. നമ്മുടെ ചിന്തകളെയും തോന്നലുകളെയും ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത്. പാപമുണർത്തുന്ന നിഷേധ ചിന്തകൾ മനസ്സിൽ വേലിയേറ്റമുണ്ടാക്കുമ്പോൾ വികാരാവേശത്തിലെടുക്കുന്ന തീരുമാനങ്ങളും പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അപക്വവും അപകടപൂർണവുമായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. വികാരം മുമ്പിലും വിവേകം പിറകിലുമായുള്ള അത്തരം സന്ദർഭങ്ങളിലെ തേരോട്ടത്തിൽ ദിശാബോധവും വീണ്ടും വിചാരവുമൊക്കെ നഷ്ടപ്പെട്ട നമ്മുടെ മനസ്സെന്ന നാവിഗേഷൻ സിസ്റ്റം പറഞ്ഞു തരുന്നത് തെറ്റായ വളഞ്ഞ വഴികളായിരിക്കും. അരുത്, ഒരിക്കലും അതിലേ പോകരുത്. ക്രിസ്തുവിൻ്റെ സ്നേഹബന്ധത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും യൂദാസ് അകന്നു പോകാനുള്ള കാരണം ലൂക്കോസ് 22 പറയുന്നുണ്ട്. എന്നാൽ 12 കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കടന്നു. മനസ്സിൻ്റെ നിയന്ത്രണം സാത്താൻ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ്
അപകട ട്രാക്കിലെ മരണപ്രയാണത്തിലായി. ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം പിടിച്ചെടുത്തവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് റൂട്ട് മാറ്റിക്കൊണ്ടു പോകുന്നത് പോലെ സാത്താൻ്റെ നിയന്ത്രണത്തിലായവരെ നാശത്തിലേക്കും മരണത്തിലേക്കുമൊക്കെ നടത്തും. സാത്താൻ ഡിക്റ്റേറ്റ് ചെയ്യുന്ന നിഷേധ ചിന്തകൾക്കും പൈശാചിക വികാരങ്ങൾക്കും പിറകെ ഓടിയവരുടെ ഒക്കെ ജീവിതം ദുരന്തപൂർണമായിട്ടുണ്ട്. പിന്നീട് ദുഃഖിക്കേണ്ടതായും വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേക പരിരക്ഷയിലും കൂട്ടായ്മയിലും കഴിഞ്ഞിരുന്ന ആദ്യ മാതാപിതാക്കളെ ഒന്നും ചെയ്യുവാൻ സാത്താന് കഴിയുമായിരുന്നില്ല. യുക്തി മേമ്പൊടി ചേർത്ത് നുണ പറഞ്ഞു വീഴിച്ചാണ് സാത്താൻ അവരെ വഴിതെറ്റിച്ചത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആവുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അവരുടെ ചിന്തകളുടെ സോഫ്റ്റ്വെയറിൽ തിരുത്തിയെഴുതലുകൾ നടത്തിയാണ് സാത്താൻ അവരെ ദൈവ കൂട്ടായ്മയിൽ നിന്ന് അകറ്റിയത്. ഇന്നും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. മനസ്സിൻ്റെ ദൈവിക പ്രമാണങ്ങളുടെ സോഫ്റ്റ്വെയറിൽ എഡിറ്റിംഗ് നടത്തിയും ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയറിൽ അപ്ഡേഷൻ വരുത്തിയുമൊക്കെയാണ് നിഷേധ ശക്തികൾ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതും ആസക്തിയുടെ അടിമകളാക്കുന്നതുമൊക്കെ. ജഡത്തിൻ്റെയും സാത്താൻ്റെയും ചിന്തകൾക്ക് പിറകെ ഒരിക്കലും ഓടരുത്. കുടുംബവും ദാമ്പത്യവും സഭയും സ്വന്തം ജീവിതവുമൊക്കെ അപകടത്തിലാകും. മനസ്സിൽ വെറുപ്പ്, സംശയം തുടങ്ങിയ പാപചിന്തകളും കോപവികാരങ്ങളും സുനാമിയായി ആഞ്ഞടിക്കുമ്പോൾ സ്വന്തം തോന്നലുകളുടെയും പ്രതികാര ചിന്തകളുടെയും വഴിയെ പോകരുത്. അങ്ങനെ ഓടിയവരൊക്കെ നിരാശയുടെ അഗാധ ഗർത്തങ്ങളിൽ വീണിട്ടുണ്ട്. പാപം അധിവസിക്കുന്ന ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ചിന്താഗതികളും ദുഷ്ടത നിറഞ്ഞതാണെന്നാണ് ക്രിസ്തു പറയുന്നത്. മർക്കോസ് 7-ാം അധ്യായം. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നവൻ പറഞ്ഞു. അതുകൊണ്ട് ഹൃദയവിചാരങ്ങളിൽ അഹങ്കരിക്കരുത്. അതിൽ അമിതമായി ആശ്രയിക്കരുത്. എനിക്ക് തെറ്റാവരമുണ്ട്, എല്ലാം വസ്തുനിഷ്ഠമായി വിലയിരുത്താനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എൻ്റെ ചിന്താഗതികളെല്ലാം എപ്പോഴും ശരിയാണ് എന്നൊക്കെയുള്ള അപ്രമാദിത്വ ചിന്തകൾ വീഴ്ചയ്ക്കും വിപത്തിനുമൊക്കെ കാരണമാകും. ഞാൻ കോംപ്ലക്സിൻ്റെ അഹന്തയിൽ ആകാശത്ത് ചാടിക്കയറിയ നെബൂക്കദ്നേസർ രാജാവിൻ്റെ വീഴ്ച എത്ര പരമദയനീയമായിരുന്നു അല്ലേ? സംഘർഷ സാഹചര്യങ്ങളിൽ
തിരുവചനത്തിൽ മനസ്സുറപ്പിക്കണം. ദൈവീക ചിന്തകളും വെളിപ്പെടുത്തലുകളും പരിഹാരങ്ങളും മനസ്സിൽ കടന്നു വരുന്നതുവരെ ആത്മസംയമനത്തോടെ ശാന്തമായി കാത്തിരിക്കുന്നതാണ് സുരക്ഷിതം. ഞാനൊരു പരാജയമാണ്, എന്നെ എല്ലാവരും വെറുക്കുന്നു, ചതിക്കുന്നു, ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെടും, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിജയമുണ്ടാവില്ല, ജീവിക്കുന്നതിൽ അർത്ഥമില്ല, അങ്ങനെ മനസ്സ് പുലമ്പുന്ന നിഷേധ ചിന്തകൾക്ക് നമ്മൾ ഒരിക്കലും അധീനരാകരുത്. അസത്യവും അടിസ്ഥാനരഹിതവുമായ സംശയ ചിന്തകളെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തണം. അപ്പോൾ തിരുവചന സത്യം നിഷേധ ചിന്തകളുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കും. നിഷേധ ചിന്തകളെ നിർവീര്യമാക്കുന്ന ആൻറ്റിഡോട്ടാണ് തിരുവചനം. അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും ഉരുവിടുകയും ചെയ്യുമ്പോൾ അനുകൂല ചിന്തകളാൽ മനസ്സ് സമ്പന്നവും ശക്തവുമാകും. വാക്കുകളയച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം മിറക്കിളാണ്. അത് വായിക്കുന്നതും ധ്യാനിക്കുന്നതും അത്ഭുത രോഗശാന്തിക്കുള്ള സിദ്ധൌഷധമാണെന്നാണ് സങ്കീർത്തനക്കാരൻ്റെ സാക്ഷ്യം. 91-ാം സങ്കീർത്തനം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് സമീപിക്കില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ലഹരി ആസക്തി, ചില മനോരോഗങ്ങൾ, വ്യക്തിത്വ വൈകല്യങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾ യുക്തിരഹിതമായ ചിന്തകളിലേക്കും നിരാശയിലേക്കും മനസ്സിനെ നയിച്ചേക്കാം. ചിലപ്പോൾ മിഥ്യാദർശനങ്ങളും മിഥ്യാധാരണകളുമൊക്കെ അനാവശ്യ ഭയങ്ങളും വ്യക്തിബന്ധങ്ങളിൽ പ്രതിസന്ധിയും ഉണ്ടാക്കിയേക്കാം. ഈ ഘട്ടങ്ങളിൽ മെഡിക്കൽ കെയറും ക്രിസ്ത്യൻ കൗൺസിലിങ്ങും അത്യാവശ്യമാണ്. അപ്പോഴൊരു സംശയം, നമ്മുടെ ചിന്തകൾ നമ്മെ വഴിതെറ്റിക്കുമെങ്കിൽ പിന്നെ കുറ്റമറ്റ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്കെങ്ങനെയാണ് കഴിയുക? ഇതിനുള്ള മറുപടി ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ 14-ാം അധ്യായം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യോഹന്നാൻ 16-ാം അധ്യായം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികളിൽ ഉപരിപ്ലവ ചിന്തകൾക്ക് പിറകെ പോകാതെ മനസ്സിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കണം. വികാരവേലിയേറ്റങ്ങളിൽ അസ്വസ്ഥമായ മനസ്സിനോട് ക്രിസ്തു പറയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ്. മർക്കോസ് 5-ാം അധ്യായം 36-ാം വാക്യം. അതെ,
തിരുവചനത്തിലെ വാഗ്ദത്തങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുക. മനസ്സിനെ അതിൽ ഉറപ്പിക്കുക. അതിനൊക്കെയുള്ള ശക്തിയും കൃപയും പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അന്തരംഗത്തിലെ സത്യം ആഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളുടെ പൂർണ്ണ നിയന്ത്രണം ആശ്വാസപ്രദനും കൗൺസിലറുമായ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് വഴി നടത്തണമേ. ജഡീക വികാരങ്ങളും ചിന്തകളും വഴിതെറ്റിക്കുമ്പോൾ നേർവഴിയിലേക്ക് ഞങ്ങളെ നടത്തണമേ. അപകടക്കെണികളും ചതികളും നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ തിരുവചനം ഞങ്ങളുടെ ചിന്തകൾക്കും കാലുകൾക്കും വെളിച്ചം പകരണമെന്ന് യേശുക്രിസ്തുവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.